സ്റ്റഡീസ് 2024 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടേക്കുന്ന പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള റൈറ്റേഴ്സിൻ്റെ തന്നെ വർക്ക്സ് മെൻഷൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. അതുപോലെ തന്നെ വേറെ വർക്ക്സും, അതായത് മറ്റുള്ള വർക്ക്സും വെച്ചിട്ട് നമുക്ക് എഴുതാൻ ആൻസേഴ്സ് കേട്ടോ. അതായത് നമുക്ക് പഠിക്കാനുള്ള വർക്ക്സും അതുപോലെ തന്നെ അല്ലാതെ 2 വർക്ക്സ് ഒക്കെ മെൻഷൻ ചെയ്യാനും ചിലരുടെ ക്വസ്റ്റ്യൻസിനകത്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ വിജില ചിറപ്പാടിൻ്റെ കളക്ഷൻ ഓഫ് പോയട്രിയുടെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയട്രി കളക്ഷൻ അവരുടെയെന്ന് വെച്ചാൽ റൈസ് ആൻഡ് വുമൺ. പിന്നെ അതിനകത്തെല്ലാം ദളിത് ഫെമിനിസ്റ്റ് കൺസേൺസ് ആണ് കേട്ടോ വരുന്നത്. കാസ്റ്റ് ഓപ്പറേഷൻ, ദളിത് ഫെമിനിസ്റ്റ് കൺസേൺസ് വരുന്നുണ്ട്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ട്, ഫുഡും വുമൺഹുഡും തമ്മിലുള്ളൊരു കണക്ഷനാണ് ഈ ടൈറ്റിൽ റിവീൽ ചെയ്യുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ലേബർ ഓഫ് വിമൻ ഇൻ സൊസൈറ്റിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ കളക്ഷൻ അറിയാവുന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. റൂറൽ ലൈഫാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇനി ഹെട്രോ നോർമേറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഹെട്രോ നോർമേറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെട്രോസെക്ഷുവാലിറ്റി ആണ് നോം. ആ ഒരു ബിലീഫിനെയാണ് ഹെട്രോ നോർമേറ്റിവിറ്റി എന്ന് പറഞ്ഞത്. ഹെട്രോസെക്ഷുവാലിറ്റി എന്ന് വെച്ചാൽ ഓൺലി മെയിൽ ആൻഡ് ഫീമെയിൽ ജെൻഡേഴ്സ് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നു. ആ ഒരു റിലേഷൻഷിപ്പ് മാത്രമാണ് നാച്ചുറൽ. ബാക്കിയുള്ള എല്ലാ ഐഡൻറ്റിറ്റീസിനെയും മാർജിനലൈസ് ചെയ്യുന്നു, എസ്പെഷ്യലി LGBTQI. അപ്പോൾ അത് ഫാമിലി സ്ട്രക്ചേഴ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഹെട്രോ നോർമേറ്റിവിറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് ഡോമിനേറ്റ് ചെയ്യേണ്ടത്. പിന്നെന്താണ്, ബാക്കി എല്ലാ ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നതും എന്താണെന്ന് ഇഗ്നോർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഹെട്രോ നോർമേറ്റിവിറ്റി എന്ന് പറയുന്നത്. അത് ഡിസ്ക്രിമിനേഷനെയും എക്സ്ക്ലൂഷനും വഴിയൊരുക്കുന്നുണ്ട്. ഓക്കെ, ഈ ക്യൂർ തിയറി എന്ന് പറയുന്നത് ഈ ഹെട്രോ നോർമേറ്റിവിറ്റി എന്നുള്ള കോൺസെപ്റ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ LGBTQI കേട്ടോ. നെക്സ്റ്റ് LGBTQIയുടെ എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ട്. L സ്റ്റാൻഡ്സ് ഫോർ ലെസ്ബിയൻ, G എന്ന് പറയുന്നത് ഗേ, B എന്ന് പറയുന്നത് ബൈസെക്ഷുവൽ, T എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ, Q എന്ന് പറയുന്നത് ക്യൂർ, I എന്ന് പറയുന്നത് ഇന്റർസെക്സ്. ഓക്കെ, അത് ഡൈവേഴ്സ് ആയിട്ടുള്ള സെക്ഷൽ ഐഡന്റിറ്റീസിനെയാണ് കാണിക്കുന്നത്. എന്നുവെച്ചാൽ ജെൻഡർ മൈനോറിറ്റീസ് ആണ് ഇത്രയും നമ്മൾ പറഞ്ഞ കാറ്റഗറീസ്. അതായത് നമ്മുടെ ഹെട്രോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഹെട്രോ നോർമേറ്റിവിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ ബിലീഫിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ മേളിൽ പറഞ്ഞ കാറ്റഗറീസ് ഫുള്ള്. മായ ഏഞ്ചലോയുടെ ഒരു വർക്കിനെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫിനോമിനൽ വുമണോ ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ ഫെമിനിസ്റ്റ് പോയിറ്റ് ആണ് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് റൈറ്റർ ആണെന്ന് പറയണം. പിന്നെ 2 മാർക്സ് ക്വസ്റ്റൻ ആയിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, 1 മാർക്ക് ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആൻസർ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് പോവുക. ബ്ലാക്ക് വുമൺഹുഡിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന റൈറ്ററാണ്. പിന്നെന്താണ്, ഇന്നർ സ്ട്രെങ്ത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യുന്നു, സെൽഫ് ലവിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ഡിഗ്നിറ്റി ആൻഡ് പ്രൈഡിനെയാണ് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഫെമിനിസ്റ്റ് ലിറ്ററേച്ചറിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൈറ്ററാണ് മായ ഏഞ്ചലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദ കളർ പേർപ്പിൾ എന്നുള്ള വർക്ക് ആരാണ് എഴുതിയത്? അത് ആലിസ് വോക്കറാണ്. 1982 പബ്ലിഷ് ചെയ്തു, പുളിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഫോക്കസ് ചെയ്യുന്ന എന്തിനെയാണ്? ആഫ്രിക്കൻ അമേരിക്കൻ വിമനെയാണ്. ഈ ഒരു നോവലിനകത്ത് എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അബ്യൂസ് ആൻഡ് റെസീലിയൻസ് ആണ് പറയുന്നത്. പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് സീലിയാണ്. പിന്നെ റേസിസവും സെക്സസും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ലെറ്ററിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ എപ്പിസ്റ്റോളറി ഫോമിലാണിത് എഴുതിയിരിക്കുന്നത്. ഇതിനകത്തും LGBTQ തീംസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഒരു ലാൻഡ്മാർക്ക് ആയിട്ടൊരു ഫെമിനിസ്റ്റ് ടെക്സ്റ്റ് ആണ്. പിന്നെ മഹാശ്വേത ദേവി എന്നുള്ള റൈറ്ററിൻ്റെ ഒരു വർക്കിനെ കുറിച്ച് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള വർക്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് നമുക്ക് ഒരുപാട് പറയാം. ദ്രൗപദി പറയാം, പിന്നെ അതുപോലെ തന്നെ മദർ 1084 അതൊക്കെ പറയാം. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ് ദ്രൗപദി എന്ന് പറയുന്നത്. ഒരു ട്രൈബൽ ഒപ്രഷനെ കുറിച്ചാണ് ഇത് പറയുന്നത്. സ്റ്റേറ്റ് വയലൻസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ്. പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് ദോപ്തി മെജൻ എന്നാണ്. പിന്നെ പൊളിറ്റിക്കൽ റെസിസ്റ്റൻസിനെ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. മിലിറ്ററി ബ്രൂട്ടാലിറ്റി, ജെൻഡർ വയലൻസ്, അതുപോലെ തന്നെ നക്സലൈറ്റ് കോണ്ടെക്സ്റ്റിലാണ് ഇത് പറഞ്ഞു പോയേക്കുന്നത്. നമ്മുടെ ദ്രൗപദി എന്നുള്ള മിത്തോളജിക്കൽ ക്യാരക്ടറിനെ റീഇൻറ്റർപ്രിറ്റ് ചെയ്തേക്കുന്ന ഒരു വർക്കാണിത് കേട്ടോ. ഇതൊരു കീ പോസ്റ്റ് കൊളോണിയൽ ടെക്സ്റ്റാണ്. പിന്നെ ബ്ലൈൻഡ് അസാസിൻ ആരാണ് എഴുതിയത്? മാർഗരറ്റ് ആറ്റ്വുഡ് ആണ്. 2000 പബ്ലിഷ് ചെയ്തു, ബുക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള നറേറ്റീവാണ്. മൾട്ടിപ്പിൾ സ്റ്റോറി ലെയേഴ്സ് ആണ് ഇതിനുള്ളത്. ഫിക്ഷനും മെമ്മോയറും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്ന ഒരു വർക്കാണ്. അതായത് മെമ്മറിയും ഹിസ്റ്ററിയും സ്ത്രീകളുടെ ലൈഫിനെ കുറിച്ചും പേട്രിയാർക്കി ക്രിട്ടിസൈസ് ചെയ്തും പൊളിറ്റിക്കൽ തീംസും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ബ്ലൈൻഡ് അസാസിൻ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ 2 ദളിത് വിമൻ പോയിറ്റ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഭാമയുടെ കാര്യം എഴുതാൻ നിങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ ശിവകാമി എന്നുള്ളൊരു റൈറ്ററും കൂടിയുണ്ട്. ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ കൊള്ളാം. കാസ്റ്റ് ഓപ്പറേഷനെ കുറിച്ചാണ് ഇവർ എഴുതുന്നത്. ദളിത് വുമൻ്റെ സ്ട്രഗിൾസിനെ കുറിച്ച് എഴുതുന്നുണ്ട്. അവരുടെ റൈറ്റിംഗ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലാണ്.
ഓട്ടോബയോഗ്രഫിക്കലാണ് ഇവരുടെ വർക്ക്സ് ഒക്കെ. ഇവർ റീജിയണൽ ലാംഗ്വേജസിലാണ് എഴുതുന്നത് കേട്ടോ. കാസ്റ്റ് ഹൈറാർക്കിയെ ചലഞ്ച് ചെയ്യുന്നു. ദളിത് ഫെമിനിസത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇവർ നൽകിയിട്ടുണ്ട്. അതായത് മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വോയിസ് കൊടുക്കുന്ന റൈറ്റേഴ്സാണ് ഭാമയും ശിവഗാമിയും ഒക്കെ. ഇനി എന്താണ് വുമണിസം? വുമണിസം എന്ന് പറയുന്നത് ആലിസ് വാക്കർ കോയിൻ ചെയ്ത ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഒരു ടേമാണ് വുമണിസം. അതായത് ബ്ലാക്ക് ഫെമിനിസ്റ്റ് ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്യുന്നൊരു ടേമാണ് വുമണിസം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ബ്ലാക്ക് വിമന്റെ എക്സ്പീരിയൻസിനെ ഫോക്കസ് ചെയ്ത് എഴുതുന്നു, റേസ് ആൻഡ് ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ച് ഇൻക്ലൂഡ് ചെയ്ത് എഴുതുന്നു. അതുപോലെ തന്നെ എന്താണ്, മെയിൻ സ്ട്രീം ഫെമിനിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. മെയിൻ സ്ട്രീം ഫെമിനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഫെമിനിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ വിചാരിക്കും എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയും സംസാരിക്കുന്നതാണെന്ന്. പക്ഷേ നമ്മൾ അതിനകത്തൂടെ കുറച്ചും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഫെമിനിസത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ വൈറ്റ് ഫെമിനിസം, അതായത് ഈ വൈറ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സുപ്പീരിയർ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഫെമിനിസം നിലകൊണ്ടിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെയും എന്താണ്, ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ, ബാക്കിയുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷനിലുള്ള ആളുകളെല്ലാം പിന്നെയും മാറി നിൽക്കുകയാണ്. അപ്പം ഈ വുമണിസം എന്നുള്ള കോൺസെപ്റ്റ് മെയിൻലി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരിതാണ്. അങ്ങനെയാണ് ആലിസ് വാക്കർ ഈ ടേം കോയിൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിന് ആഫ്രിക്കൻ ട്രഡീഷൻസിലാണ് ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഫെമിനിസം എന്നുള്ള ആ ഒരു ഡിസ്കോഴ്സിനെ കുറച്ചുകൂടെ ബ്രോഡൻ ചെയ്തൊരു കോൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത്, വുമണിസം എന്ന് പറയുന്നത്. മെയിൻ സ്ട്രീം ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ആ ഒരു ഫെമിനിസ്റ്റ് ഇതായിട്ട് മാറിപ്പോവും. വൈറ്റ് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് എന്നുള്ളൊരു പണ്ട് ഇങ്ങനെ ആയിരുന്നു. പക്ഷെ പിന്നീട് അത് ഇൻക്ലൂസീവ് ആക്കി ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സ്ത്രീകളും ബാക്കിയുള്ള കളർ, അതായത് വിമൻ ഓഫ് കളറിനും എല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്തപ്പോഴാണ് ഫെമിനിസം കുറച്ചും കൂടി ബ്രോഡർ കോൺസെപ്റ്റായിട്ട് മാറിയത്. ഇനി ഫെമിനിസംസ് എന്ന് പറഞ്ഞൊരു ടേമാണ് കൊടുത്തിരിക്കുന്നത്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഒരു മൂവ്മെന്റ് ഫോർ ജെൻഡർ ഇക്വാളിറ്റിയാണ്. പേട്രിയാർക്കിയെ ചലഞ്ച് ചെയ്യുന്നു. മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഫെമിനിസം ഉണ്ട്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫെമിനിസംസ് എന്നും പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഫെമിനിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ബ്ലാക്ക് ഫെമിനിസം എഴുതണം, ദളിത് ഫെമിനിസം എഴുതണം, അതുപോലെ തന്നെ ലിബറൽ ഫെമിനിസം വരും, റാഡിക്കൽ ഫെമിനിസം വരും, മാർക്സിസ്റ്റ് ഫെമിനിസം ഉണ്ട്, ദളിത് ഫെമിനിസം ഉണ്ട്, എക്കോ ഫെമിനിസം ഉണ്ട്, ക്യൂർ ഫെമിനിസം ഉണ്ട്, പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസം ഉണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. നമുക്ക് ലിബറൽ ഫെമിനിസം എന്ന് വെച്ചാൽ ലീഗൽ റൈറ്റ്സിന് വേണ്ടിയുള്ള ഒരു ഫെമിനിസമാണ് ലിബറൽ ഫെമിനിസം. റാഡിക്കൽ ഫെമിനിസം എന്ന് വെച്ചാൽ പേട്രിയാർക്കിയെ നല്ല രീതിയിൽ ഡീപ്പായിട്ട് അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ് റാഡിക്കൽ ഫെമിനിസം എന്ന് പറയുന്നത്. മാർക്സിസ്റ്റ് ഫെമിനിസം എന്ന് വെച്ചാൽ എന്തായിരിക്കും, ക്ലാസും ജെൻഡറും കൂടിയുള്ളൊരു കണക്ഷൻ വരുന്ന ഫെമിനിസമാണ് മാർക്സിസ്റ്റ് ഫെമിനിസം. ബ്ലാക്ക് ഫെമിനിസം എന്ന് പറയുമ്പോൾ റേസും ജെൻഡറും കൂടി വരുന്ന ഫെമിനിസം. ദളിത് ഫെമിനിസം എന്ന് വെച്ചാൽ കാസ്റ്റ് ഒപ്രഷൻ എങ്ങനെ വരുന്നു എന്നുള്ളത് പഠിക്കുന്നു. എക്കോ ഫെമിനിസം എന്ന് വെച്ചാൽ സ്ത്രീകളും എൻവയോൺമെന്റും തമ്മിലുള്ള ലിങ്കിനെ കുറിച്ച് പഠിക്കുന്നു. പിന്നെ ക്യൂർ ഫെമിനിസം എന്ന് വെച്ചാൽ എന്താണ്, ജെൻഡർ ബൈനറീസിനെ ചലഞ്ച് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ക്യൂർ കുറേ കാറ്റഗറീസ് കണ്ടില്ലോ, LGBTQI എന്ന് പറഞ്ഞ അതിനകത്ത് വരുന്ന ഫെമിനിസമാണ്. അതായത് അതും ബാക്കിയുള്ള അതായത് ഈ ക്യൂർ കമ്മ്യൂണിറ്റിക്കകത്ത് വരുന്ന ഫെമിനിസം, അല്ലെങ്കിൽ ബാക്കി അങ്ങനെ അതിനെയുള്ള പ്രശ്നങ്ങളെ ചലഞ്ച് ചെയ്യുന്ന ഫെമിനിസമാണ് ക്യൂർ ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, എംപവർമെന്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഫൈറ്റ്സ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, അത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം കാറ്റഗറീസ് വരുന്നത്. ഇനി എന്താണ് ഇസ്ലാമിക് ഫെമിനിസം? ഇസ്ലാമിക് ഫെമിനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സ് വിത്തിൻ ഇസ്ലാം, അതായത് ഇസ്ലാമിക് ടീച്ചിങ്സിലൂടെ ജെൻഡർ ഇക്വാളിറ്റി എങ്ങനെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു. അതായത് ഖുറാനെ ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിലൂടെ റീഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. റിലിജിയനകത്ത് വരുന്ന പേട്രിയാർക്കൽ ഇൻ്റർപ്രിട്ടേഷനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് ഇസ്ലാം എന്ന് പറയുന്നത് ഒറിജിനലി വിമൻസ് റൈറ്റ്സിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒന്നാണ്. ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റിയെ ഫോക്കസ് ചെയ്യുന്നു ഇസ്ലാമിക് ഫെമിനിസം. അപ്പോൾ അത് റിലിജനെ ക്രിട്ടിസൈസ് ചെയ്യുമല്ല, അതിനകത്തുള്ള കൾച്ചറൽ പ്രാക്ടീസസിനെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. വിമൻ്റെ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നു, വിമൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ പബ്ലിക് ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നു, മെയിൽ ഡോമിനൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പിന്നെന്താണ്, ഇതെന്ന് പറയുന്നത് വെസ്റ്റേൺ ഫെമിനിസമായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ എസെൻഷ്യലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്താണ്? എസെൻഷ്യലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിലീഫാണ്. അതായത് ദാറ്റ് പീപ്പിൾ ഹാവ് ഫിക്സഡ് ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. അതായത് ജെൻഡർ ഡിഫറൻസസ് ഒക്കെ നാച്ചുറൽ ആണ്, അതെല്ലാം അൺചേഞ്ചിങ് ആണ്. അപ്പോൾ ബയോളജിയും ഐഡൻറ്റിറ്റിയും തമ്മിലൊരു കണക്ഷൻ ഇത് വെക്കുവാണ് എസെൻഷ്യലിസം. അതായത് മെന്നിനും വിമണിനും ഇൻഹെറൻ്റ് ആയിട്ടുള്ള കുറച്ച് റോൾസ് ഉണ്ട്. അപ്പം
ഈ ഫെമിനിസത്തിനെതിരെയാണ് ഈ എസെൻഷ്യലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത്. അതായത് ഇപ്പോൾ സ്ത്രീയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം, പുരുഷനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം, അതിനപ്പുറത്തോട്ടങ്ങ് ഒന്നുമില്ല, സൊസൈറ്റി തന്നെ തീരുമാനിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എസെൻഷ്യലിസം. സോ ഫെമിനിസത്തിനെതിരായിരിക്കുമല്ലോ എന്തായാലും എന്തെന്ന് പറയുന്നത് എസെൻഷ്യലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഈ സ്റ്റീരിയോടിപ്പിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ റീഇൻഫോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ് എസെൻഷ്യലിസം എന്ന് പറയുന്നത്. നമുക്ക് ഇൻഡിവിജ്വൽസിന് ഒരു ഫ്രീഡം കാണത്തില്ല. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ജെൻഡർ റോൾസ് ഒക്കെ ഉണ്ടല്ലോ, അത് തന്നെയായിരിക്കും ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പേട്രിയാർക്കൽ സൊസൈറ്റിയിലാണ് ഇത് കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും സ്ത്രീകളും ബാക്കിയുള്ള അങ്ങനത്തെ ഉള്ള അല്ലെങ്കിൽ ക്യൂർ കമ്മ്യൂണിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നെയും എന്ത് ചെയ്യപ്പെടും, സൈഡ് ലൈൻഡായി പോകും, അതായത് മാർജിനലൈസ് ചെയ്യപ്പെടും. ക്യൂർ തിയറിയും ഫെമിനിസവും ഒക്കെ ഇതിനെ ചലഞ്ച് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ് എസെൻഷ്യലിസം എന്ന് പറയുന്നത്. വെച്ചാൽ ആളുകൾ എങ്ങനെയാണോ ജനിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് ജീവിച്ചോളണം, നാച്ചുറലാണ്. ജെൻഡർ ഡിഫറൻസസ് എന്ന് വെച്ചാൽ നാച്ചുറലാണ്, അത് അൺചേഞ്ചിങ് ആണെന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഫെമിനിസവും ക്യൂർ തിയറി ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഗേ ലെസ്ബിയൻ ഇതിനെയെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ് എസെൻഷ്യലിസം എന്ന് പറയുന്നത്. ഇനി സെക്ഷുവൽ എക്കണോമിക്സ് എന്ന് വെച്ചാൽ എന്താണ്? സെക്ഷൽ എക്കണോമിക്സ് എന്ന് വെച്ചാൽ സെക്ഷുവാലിറ്റിയെ നമ്മൾ എക്കണോമിക് ടേംസിൽ പഠിക്കുന്നു. അതായത് ജെൻഡർ റോളും എക്കണോമിക് പവറും തമ്മിലുള്ള ബന്ധം എന്താണ്. അപ്പോൾ സ്ത്രീകളുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അതിനെ എപ്പോഴും ഒബ്ജക്റ്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. അത് പേട്രിയാർക്കിയുടെ ആ ഒരു ഇതിനനുസരിച്ച് തന്നെ നമ്മൾ സ്ത്രീകളുടെ വിമന്റെ സെക്ഷുവാലിറ്റിയെ കുറിച്ച് പറയത്തുള്ളൂ. അപ്പം ഫോർ എക്സാമ്പിൾ ലൈക്ക് എന്താണ് ഈ ഒരു, അതായത് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈക്വൽ വേജസ് കിട്ടാതിരിക്കുക, സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടുള്ള വേതനം കിട്ടാതിരിക്കുക, സാലറി കിട്ടാതിരിക്കുക. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇനിക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ഫെമിനിസ്റ്റ് തിയറിയിൽ ഇതും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ബോഡിയുടെ കമോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റിഫിക്കേഷൻ. അപ്പോൾ അതൊരു ജെൻഡർ ഇംബാലൻസ് കൊണ്ടുവരുന്നു. ഇപ്പം ഒരാൾ കൂടുതൽ, അതായത് ആ സ്ത്രീ പിന്നെ എസ്പെഷ്യലി നമ്മൾ ഈ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ കാണുമല്ലോ, സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ കാണുമല്ലോ, പിന്നെ സാലറി അതായത് വേജസ് കിട്ടുമ്പോൾ മെയിൽ ആക്ടേഴ്സിന് കൂടുതൽ കിട്ടുന്നു, ഫീമെയിൽ ആക്ട്രസസിന് കിട്ടുന്നില്ല, അത്ര ഈക്വലായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. സോ അതൊക്കെ ഈ സെക്ഷൽ എക്കണോമിക്സിനകത്ത് വരുന്നൊരു കാര്യമാണ്. നെക്സ്റ്റ് വരുന്നത് കമ്മോഡിറ്റി കൾച്ചറാണ്. കമ്മോഡിറ്റി കൾച്ചർ എന്ന് പറയുമ്പോൾ കൺസ്യൂമർ ബേസ്ഡ് കൾച്ചറിനെയാണ് കമ്മോഡിറ്റി കൾച്ചർ എന്ന് പറയുന്നത്. കൂടുതലും ഒരു ഗുഡ്സ് അല്ലാതെ ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെ നമുക്ക് വാങ്ങാം അല്ലെങ്കിൽ വിൽക്കാം, അതാണ് കമ്മോഡിറ്റി കൾച്ചർ. അതായത് കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അങ്ങനെ ഐഡന്റിറ്റി ഫോം ചെയ്തെടുക്കുന്നു. അത് ക്യാപിറ്റലിസത്തിന്റെ ഒരു കോൺസെപ്റ്റാണ് ഈ കമ്മോഡിറ്റി കൾച്ചർ എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ ബോഡി ആയിക്കോട്ടിരിക്കട്ടെ, എല്ലാത്തിനും നമ്മളൊരു കമ്മോഡിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആയിട്ട് കാണുന്നു. അതായത് എന്തിനേയും സെല്ല് ചെയ്യാം, എന്തിനേയും ബൈ ചെയ്യാം. അപ്പോൾ ഇതാണ് കമ്മോഡിറ്റി കൾച്ചർ എന്ന് പറയുന്നത്. അത് സ്ത്രീകളുടെ കാര്യം എടുക്കുമ്പോഴും നമ്മൾ കമ്മോഡിറ്റി കൾച്ചർ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സ്ത്രീകളുടെ ബോഡിയുടെ ഒബ്ജക്റ്റിഫിക്കേഷൻ, ഒരു ഐറ്റം ഡാൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ബോഡിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ. ആ സ്ത്രീയെ അവരുടെ ഒബ്ജക്റ്റായിട്ട് കണ്ട് ബാക്കി എല്ലാവരും അതിനെ വ്യൂ ചെയ്ത് അതിനെ ഒരു ഒബ്ജക്റ്റായിട്ട് കാണുകയാണ്. സോ അതാണ് ഈ കമ്മോഡിറ്റി കൾച്ചർ എന്ന് പറയുന്നത്. ഏതിനെയും ഒരു ഒബ്ജക്റ്റായിട്ട് അല്ലെങ്കിൽ കമ്മോഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അത് അതാണ് കമ്മോഡിറ്റി കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് ജെൻഡർ റെപ്രസെൻറ്റേഷനിലും വരുന്ന പ്രശ്നം. സ്ത്രീകളെ ഓഫൺ കമ്മോഡിഫൈ ചെയ്തിട്ടാണ് പറയുന്നത്. ഇനി ദ്രൗപദിയുടെ മെയിൻ തീം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ദ്രൗപദിയുടെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ഒപ്രഷൻ ആണ്. നക്സലൈറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് എഴുതിക്കോണം. സ്റ്റേറ്റ് വയലൻസ് വരുന്നുണ്ട്, മിലിറ്ററി ബ്രൂട്ടാലിറ്റി വരുന്നുണ്ട്, ട്രൈബൽ പീപ്പിളിനെ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷനും ഇതിനകത്ത് ഫോക്കസ് ആയിട്ട് വരുന്നുണ്ട്, ജെൻഡേർഡ് വയലൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദ്രൗപദി അതിനകത്ത് മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ഒരു സിമ്പിൾ ഓഫ് എന്തായിട്ട് വരുവാണ്, ഡിറ്റർമിനേഷൻ ആയിട്ട് വരുവാണ്, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വരുവാണ്. പേട്രിയാർക്കി, അതോറിറ്റിയെ ഒക്കെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്കൽ സ്ട്രഗിൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, മിത്തും റിയാലിറ്റിയും തമ്മിൽ ഇതിനെ ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ മഹാഭാരതത്തിൽ ദ്രൗപദി എന്നുള്ള ക്യാരക്ടറിനെ റീഇൻ്റർപ്രിറ്റ് ചെയ്യുകയാണ് ഈ നോവലിനകത്ത്, ഈ ഒരു വർക്കിനകത്ത്. പിന്നെ മൈലമ്മ എന്നുള്ള ട്രൈബൽ വുമൺ എങ്ങനെയാണ് ഒരു എക്കോ വാരിയറായി മാറിയത്. പ്ലാച്ചിമടയിൽ നിന്ന് വന്നൊരു ട്രൈബൽ വുമണാണ്. അവർ കൊക്കക്കോളയുടെ ഫാക്ടറിക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ അങ്ങ് എഴുതിയാൽ മതി. അതായത് എന്തുകൊണ്ടാണ് കൊക്കക്കോള ഫാക്ടറിക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തത്? വാട്ടർ ഡിപ്ലീഷൻ അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ ഈ ഫാക്ടറി കോസ് ചെയ്തു, ഗ്രൗണ്ട് വാട്ടറിനെ പൊല്യൂട്ട് ചെയ്തു. അപ്പോൾ ലോക്കൽ പീപ്പിൾ സഫർ ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, കമ്മ്യൂണിറ്റി മൊത്തത്തിൽ റെസിസ്റ്റ് ചെയ്തു. അങ്ങനെ ഇവർ പ്രൊട്ടസ്റ്റിംഗ് ക്യാമ്പയിൻസും ഒക്കെ നടത്തി. മൈലമ്മ ഗ്ലോബൽ അവയർനെസ് കൊണ്ടുവന്നു, എൻവയോൺമെന്റൽ ജസ്റ്റിസിന് വേണ്ടി ഫൈറ്റ് ചെയ്തു. കോർപ്പറേറ്റ് കമ്പനീസിന്റെ പവറിനെ ഇവർ ചലഞ്ച് ചെയ്തു. അങ്ങനെ അവരുടെ സ്ട്രഗിൾ മീഡിയ അറ്റൻഷൻ ഗെയിൻ ചെയ്തു. അങ്ങനെ അവർ
എക്കോ മൂവ്മെൻറ്റിനെ എക്കോ മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താ, എൻവയോൺമെൻറ്റിന് വേണ്ടിയുള്ള മൂവ്മെൻറ്റ്. അങ്ങനെ അവരൊരു എക്കോ വാരിയറായിട്ട് മാറി, ഒരു പോരാളിയായിട്ട് മാറി. ഓക്കെ, ഇനി ഫിനോമിനൽ വുമണിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫിനോമിനൽ വുമണിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ മാർക്കിനനുസരിച്ച് നിങ്ങളുടെ ആ പോയത്തിനകത്ത് എന്താണോ പറയുന്നത് അതാണ് എഴുതേണ്ടത്. വുമൺഹുഡിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു, ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനെ ചലഞ്ച് ചെയ്യുന്നു, സെൽഫ് കോൺഫിഡൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലേ, ഇന്നർ ബ്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഡിഗ്നിറ്റി ആൻഡ് പ്രൈഡ്, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസിനെ എല്ലാം റിജക്റ്റ് ചെയ്തിട്ടുള്ളൊരു പോവമാണ്. പിന്നെ ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയാണ് കൂടുതലും ഇത് എഴുതിയിരിക്കുന്ന, ബ്ലാക്ക് ഐഡന്റിറ്റി അല്ലെങ്കിൽ ബ്ലാക്ക് വിമണിന് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. ഒബ്ജക്റ്റിഫിക്കേഷനെയൊക്കെ ഇത് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടല്ലേ, അതൊക്കെയാണ്. ഇത് ഫെമിനിസ്റ്റ് ടോണിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. പിന്നെ മസ്കാര എന്നുള്ള ആ ഒരു പോയത്തിനകത്തും എങ്ങനെയാണ് ഫീമെയിൽ ബോഡിയെ കാണിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും മറ്റേ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ആർട്ടിഫിഷ്യൽ ബ്യൂട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ആ ഒരു പോയത്തിന്റെ തീമാണ് ഇതിനകത്ത് എഴുതേണ്ടത്. വിമന്റെ ബോഡീസിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത്, ഒബ്ജക്റ്റിഫിക്കേഷനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ജെൻഡർ ഇനിക്വാളിറ്റി എങ്ങനെ എക്സ്പോസ്ഡ് ആവുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകേണ്ടത്. ഇതൊക്കെയാണ് മെയിൻ പോയിന്റ്സ്. ഈ പോയിന്റ്സ് എല്ലാം ടച്ച് ചെയ്ത് വേണം എഴുതാൻ മാർക്കിനനുസരിച്ച് കേട്ടോ. പിന്നെ സെക്ഷൽ പൊളിറ്റിക്സ് എന്നുള്ള വർക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. സെക്ഷൽ പൊളിറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേറ്റ് മില്ലറ്റിന്റെ ഒരു വർക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ടേം കോയിൻ ചെയ്തത് കേറ്റ് മില്ലറ്റ് എന്നുള്ള ഫെമിനിസ്റ്റ് റൈറ്ററാണ് കേട്ടോ. അപ്പോൾ കേറ്റ് മില്ലറ്റ് പറയുന്നത് വെച്ചാൽ സെക്ഷൽ പൊളിറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷുവാലിറ്റിയിലുള്ള പവർ റിലേഷൻസിനെയാണ് കാണിക്കുന്നത്. സെക്ഷൽ പൊളിറ്റിക്സ് ഒന്നുമില്ല, പിന്നെ അതായത് അപ്പം പിന്നെ എന്താണ്, മെയിലും ഫീമെയിലും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആർക്കായിരിക്കും കൂടുതൽ ഡോമിനേഷൻ കിട്ടുന്നത്? മെയിലിന്. അപ്പോൾ ആ പൊളിറ്റിക്സ് എന്താണ്, ആ പവർ പൊളിറ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ ആ സെക്ഷുവാലിറ്റിയിലുള്ള പവർ റിലേഷൻ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്, അതാണ് സെക്ഷൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. സെക്സ് അതായത് പിന്നെ എന്താണ്, പേട്രിയാർക്കിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ജെൻഡർ റോൾസിനെ എക്സാമിൻ ചെയ്യുന്നു, ഡോമിനേഷനും കൺട്രോളും എങ്ങനെ വരുന്നു, അത് ലിറ്ററേച്ചറിലും കൾച്ചറിലും ഒക്കെ എങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത്, ഇനിക്വാളിറ്റി എങ്ങനെ ഇത് ഹൈലൈറ്റ് ചെയ്യുന്നു എന്നുള്ളതും, പിന്നെന്താണ് സെക്ഷൽ ഒപ്രഷനെ ഇത് എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും, മാരേജിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു കാര്യങ്ങളൊക്കെയാണ് സെക്ഷൽ പൊളിറ്റിക്സിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി ജെൻഡർ ജസ്റ്റിസ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ ജെൻഡേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള ഫെയർനെസ് കൊടുക്കുക, അല്ലെങ്കിൽ നീതി കൊടുക്കുക, അതാണ് ജെൻഡർ ജസ്റ്റിസ്. ഈക്വൽ റൈറ്റ്സ്, ഡിസ്ക്രിമിനേഷനെ ചലഞ്ച് ചെയ്യുക, പിന്നെ LGBTQI റൈറ്റ്സ് ഒക്കെ ഇതിനകത്ത് വരും. അവർക്കെല്ലാം ലീഗൽ ഇക്വാളിറ്റി കൊടുക്കുക, ഒരു സൊസൈറ്റിയിൽ ഒരു ഇൻക്ലൂഷൻ കൊടുക്കുക, അതായത് സോഷ്യൽ ഇൻക്ലൂഷൻ കൊടുക്കുക, അവരെയും കൂടെ ഉൾപ്പെടുത്തുക, എംപവർമെൻറ്റ് ഫോക്കസ് ചെയ്യുക, എല്ലാ ജെൻഡറിനും വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുക, പേട്രിയാർക്കിയെ ചലഞ്ച് ചെയ്യുക, എക്കണോമിക് ഈക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക, ഇതൊരു ഹ്യൂമൻ റൈറ്റിൻ്റെ ഭാഗമാക്കി മാറ്റുക, അതാണ് ജെൻഡർ ജസ്റ്റിസ്. എല്ലാ ജെൻഡേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള നീതി. ഓക്കെ, ഇനി വരുന്നത് പ്രൈഡ് പരേഡാണ്. പ്രൈഡ് പരേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ LGBTQI ഐഡന്റിറ്റീസ് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു പരേഡാണ് പ്രൈഡ് പരേഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവരെ പോലുള്ള കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ കാറ്റഗറീസിന് ഒരു ഈക്വാളിറ്റി അല്ലെങ്കിൽ വിസിബിലിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഒരു സംഭവമാണ് പ്രൈഡ് പരേഡ് എന്ന് പറയുന്നത്. അത് ആനുവലി മെനി കൺട്രീസിൽ നടത്തും. അപ്പം അതെങ്ങനെയാണ് നടത്തുന്നതെന്ന് വെച്ചാൽ അവരുടെ പ്രൈഡ് ഫ്ലാഗും ഒക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നടത്തും. പ്രൈഡ് ഫ്ലാഗിന്റെ കളർ എന്താണ്? റെയിൻബോ കളറാണ്. അപ്പോൾ ആ റെയിൻബോ കളർ ഫ്ലാഗുമായിട്ടൊക്കെ ഇവരെന്ത് ചെയ്യും? മാർച്ച് ചെയ്യും. അത് ആനുവലി കണ്ടക്ട് ചെയ്യുന്നുണ്ട്, കൾച്ചറൽ ഇവന്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കാറ്റഗറീസിലുള്ള, അതായത് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. ഈ LGBTQ കമ്മ്യൂണിറ്റി ഉള്ളവർക്കും സ്ത്രീകൾക്കും ഒക്കെ പങ്കെടുക്കാം. അപ്പോൾ അതിനകത്ത് ഒരു ഇൻക്ലൂഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഡൈവേഴ്സിറ്റി സെലിബ്രേറ്റ് ചെയ്യുക, ഡിസ്ക്രിമിനേഷനെ ചലഞ്ച് ചെയ്യുക, അക്സെപ്റ്റൻസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മൂവ്മെന്റിലൂടെ അല്ലെങ്കിൽ പരേഡിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു പരേഡാണ് കേട്ടോ. അവരൊന്ന് വിസിബിൾ ആക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൽക്കി സുബ്രഹ്മണ്യത്തിന്റെ ബ്രേക്കിംഗ് ബൈനറീസ് എന്നുള്ള എസ്സേക്കകത്ത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇവർ ബ്രേക്ക് ചെയ്യുന്നത് ബൈനറീസ്, ജെൻഡർ ബൈനറീസിനെ ചലഞ്ച് ചെയ്യുന്നത്. ജെൻഡർ ബൈനറീസ് എന്ന് വെച്ചാൽ മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ള കോൺസെപ്റ്റിനെ എങ്ങനെ ചലഞ്ച് ചെയ്യുന്നു. മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ള കാര്യം ജെൻഡർ മാത്രമല്ല, നമുക്ക് വേറെയും ജെൻഡേഴ്സ് ഉണ്ട്. LGBTQIയുടെ ആ ഒരു കാര്യമൊക്കെയാണ് ഇതിനകത്ത് പറയേണ്ടത്. അപ്പോൾ അതിനെ എങ്ങനെ ഇവർ, ആ ബൈനറീസിനെ എങ്ങനെ ഇവർ ചലഞ്ച് ചെയ്യുന്നു അവരുടെ ആ ഒരു വീഡിയോയ്ക്കകത്ത് എന്നുള്ളതാണ് ഇതിനകത്ത് അവർ ചോദിക്കുന്നത് കേട്ടോ. നിങ്ങൾ അതിനകത്ത് ആ വീഡിയോയ്ക്കകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത്, ഡിസ്ക്രിമിനേഷനെതിരെ, പിന്നെന്താണ് LGBTQ റൈറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടും ഒരു ആക്ടിവിസമായിട്ടും മെയിൽ ഫീമെയിൽ ഡിവിഷനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഇവർ. പിന്നെന്താണ്, പിന്നെ ഐഡന്റിറ്റി എങ്ങനെ ഇവർ റീഡിഫൈൻ ചെയ്യുന്നു, ഈക്വാളിറ്റി എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു,
മാർജിനലൈസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ഇവർ ഇൻസ്പിറേഷൻ കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയേണ്ടത്. പിന്നെ വരുന്നത് ദ്രൗപദിയിലെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഓരോരുത്തരുടെ ക്യാരക്ടറിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി സേനാ നായകിന്റെ ക്യാരക്ടർ എങ്ങനെ വരുന്നു എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. സേനാ നായകിന്റെ ക്യാരക്ടർ എന്ന് പറയുമ്പം ഒരു മിലിറ്ററി ഓഫീസറാണ്, സ്റ്റേറ്റ് അതോറിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റിന്റെ എന്തോ പറയുന്നത്, അതായത് ഈ ദ്രൗപദി എന്നുള്ള ക്യാരക്ടറിനെതിരെ ഇദ്ദേഹമാണ് ഈ ഒരു ഓപ്പറേഷൻ ലീഡ് ചെയ്യുന്നത്. ഒപ്രസീവ് പവറിനെ സിംബലൈസ് ചെയ്യുന്നതാണ്. അപ്പം ബ്രൂട്ടാലിറ്റി ഓഫ് മിലിറ്ററി പറയുമ്പം ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നതായിരിക്കും നല്ലത്. പേട്രിയാർക്കിയെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് സേനാ നായകിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഫിനോമിനൽ വുമൺ ഒരു ഫെമിനിസ്റ്റ് പോവുമായിട്ട് മാറുന്നത് എങ്ങനെയാണ്. ബ്ലാക്ക് വുമൺഹുഡിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു, പേട്രിയാർക്കിയെ ചലഞ്ച് ചെയ്യുന്നു. പിന്നെന്താണ്, ഇന്നർ കോൺഫിഡൻസിനാണ് ഇമ്പോർട്ടൻസ്, ഇന്നർ ക്വാളിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനെയൊക്കെ റിജക്റ്റ് ചെയ്യുന്നു, നാരോ ആയിട്ടുള്ള സ്ത്രീകളുടെ സ്ട്രെങ്ത്തിനെയൊക്കെ എന്ത് ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. ഒബ്ജക്റ്റിഫിക്കേഷനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. അപ്പം ഇത്രയാണ് കീ പോയിന്റ്സ്. പിന്നെ നിങ്ങൾ മാർക്കിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ വർക്കിനനുസരിച്ച് വർക്കിനകത്തു നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് കോട്ട് ചെയ്ത് പോവുക. പിന്നെ വിജിലയുടെ പോകത്തിനകത്തു നിന്നുള്ള വേസ്റ്റ്ലാൻഡ് എന്നുള്ള പോകത്തിനകത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ സെക്ഷൻ 377 ഇഷ്യൂസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇന്ത്യ സെക്ഷൻ 377 എന്ന് പറയുന്നത് LGBTQ ഡിസ്ക്രിമിനേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതായിരുന്നു. അതൊരു എന്താ പറയുക, കൊളോണിയൽ നിയമമാണ്. അതിനെ ഹ്യൂമൻ റൈറ്റ് വയലേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്, ലീഗൽ ഇൻജസ്റ്റിസിനെ അതെങ്ങനെ കാണിക്കുന്നു, പിന്നെന്താണ് ഇനിക്വാളിറ്റി എങ്ങനെ അത് അഡ്വക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ LGBTQI കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് വേണം ഈ സെക്ഷൻ 377 എസ് എഴുതാൻ. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ എന്താണ് ഇന്റർസെക്ഷനാലിറ്റി. ഇന്റർസെക്ഷനാലിറ്റി എന്ന് വെച്ചാൽ ഐഡന്റിറ്റീസ് എങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നു അതിനെക്കുറിച്ചുള്ള പഠനമാണ് ഇന്റർസെക്ഷനാലിറ്റി. അത് കോയിൻ ചെയ്തിരിക്കുന്നത് കിംബർലി ക്രെൻഷോ ആണ്. റേസ്, ജെൻഡർ, ക്ലാസ്, ഈ 3 കോൺസെപ്റ്റുകളാണ് ഇതിനകത്ത് വരുന്നത്. അതായത് മൾട്ടിപ്പിൾ ഓപ്പറേഷൻ എങ്ങനെ ഹാപ്പൻ ചെയ്യുന്നു. ഓക്കെ, ഫെമിനിസ്റ്റ് തിയറിയിലെ ഒരു കീ കോൺസെപ്റ്റാണ് ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. എല്ലാ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വോയിസുകൾ എങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്യുന്നത്, അതാണ് ഇന്റർസെക്ഷനാലിറ്റിക്കകത്ത് വരുന്നത്. പിന്നെ രേവതിയുടെ നറേറ്റീവ് നല്ലപോലെ കഥ നോക്കി വെച്ചേക്കുക. എസ്ഐ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതും ദ്രൗപദി എന്ന് പറയുന്നത് സബോൾട്ടേൺ ആയിട്ടുള്ളൊരു വർക്കായിട്ട് എങ്ങനെ മാറുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സബോൾട്ടേൺ എന്താണെന്ന് പറയുക. ദ്രൗപദി എന്ന് പറയുന്ന ഒരു പവർഫുൾ പോസ്റ്റ് കൊളോണിയൽ ടെക്സ്റ്റ് ആണ്. അപ്പം സബോൾട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ഇൻഫീരിയർ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി, ഇൻഫീരിയർ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി എങ്ങനെയാണ് ഈ ടെക്സ്റ്റ് സംസാരിക്കുന്നത്. ഇവിടെ ഇൻഫീരിയർ എന്ന് പറയുമ്പോൾ ട്രൈബൽ വുമണിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അവരുടെ ലൈഫ് അവരെന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത്. ബട്ട് ദ്രൗപദിയുടെ ഐഡന്റിറ്റി എന്താണ്, അവരൊരു സന്താൾ വുമൺ ആണ്, അപ്പം ട്രൈബൽ വുമൺ ആണ്. സോ അവരെന്തൊക്കെ ഒപ്രഷനാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് പറയുക. അവരെങ്ങനെ ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയുക. സേനാ നായക് അല്ലെങ്കിൽ സ്റ്റേറ്റ് എങ്ങനെ ഇവരെ ഉപദ്രവിക്കുന്നു എന്നുള്ളത് പറയുക. ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്, ഒപ്രഷൻ. അപ്പോൾ ഇവർക്ക് നേരെയുള്ള വയലൻസ് എന്ന് പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ സബാൾട്ടേൺ കമ്മ്യൂണിറ്റിക്ക് നേരെയുള്ള ഒരു ഒപ്രഷനാണ്. അപ്പോൾ അവരെങ്ങനെയാണ് ഇതിനകത്ത് ഡിറ്റർമൈൻഡ് ആയിട്ട് നിന്ന് പിന്നെ ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തുക. ഓക്കെ, പിന്നെ വരുന്നത് മെറിഡിയൻ എന്നുള്ള വർക്ക് ഉണ്ടല്ലോ, അതിനകത്ത് ആഫ്രിക്കൻ അമേരിക്കൻ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറയുക, ബ്ലാക്ക് വിമൻ ആക്ടിവിസ്റ്റുകളുടെ സ്ട്രഗിളിനെ കുറിച്ച് പറയുക, വയലൻസ് എങ്ങനെയാണ് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് റിയലിസ്റ്റിക്കലി, അതെല്ലാം ആണ് ഇതിനകത്ത് വരേണ്ടത്, ആ ഒരു തീമായിട്ട് വരേണ്ടത്. പിന്നെ ഫെമിനിസവും വുമണിസവും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ഫെമിനിസവും വുമണിസവും റിലേറ്റഡ് ആണ്, ഞാൻ പറഞ്ഞു തന്നു, പക്ഷേ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫെമിനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ ഈക്വാളിറ്റിക്ക് വേണ്ടിയുണ്ട്, പേട്രിയാർക്കിയെ ചലഞ്ച് ചെയ്യുന്നു. ഇത് കൂടുതലും വെസ്റ്റേൺ കോണ്ടെക്സ്റ്റിലാണ് ഇത് എപ്പോഴും വർക്ക്ഔട്ട് ആയിരിക്കുന്നത്. ഓക്കെ, അതായത് ഏർലി ഫെമിനിസം എന്ന് പറഞ്ഞ സംഭവം വന്നിരിക്കുന്നത് എപ്പോഴും വൈറ്റ് മിഡിൽ ക്ലാസ് വിമനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ എംഫസൈസ് ചെയ്യുന്നു. എന്താണ്, ലീഗൽ ആൻഡ് സോഷ്യൽ റീഫോംസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓട്ടോണമി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിനെ പ്രൊമോട്ട് ചെയ്തു. വുമണിസം എന്ന് പറയുന്നത് ആലിസ് വോക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റ് ആണ്. വുമണിസം ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറച്ചും കൂടെ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽ പെട്ട സ്ത്രീകൾക്ക്. ഓക്കെ, അപ്പം വുമണിസത്തിനകത്ത് റേസ് വരുന്നുണ്ട്, ക്ലാസ് വരുന്നുണ്ട്, ജെൻഡർ വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആണുങ്ങളുടെ പ്രശ്നവും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഫെമിനിസം എന്ന് വെച്ചാൽ ബ്രോഡർ ആണ്, പക്ഷേ മറ്റേ വൈറ്റ് സ്ത്രീകളുടെ കാര്യം മാത്രമായിരുന്നു ആദ്യം ഇത് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കുറച്ച് എക്സ്ക്ലൂഷണറി ആണ്.
വിമണിസം എന്ന് പറയുമ്പോൾ വുമണിസം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്റർസെക്ഷണലാണ്, എല്ലാം വരുന്നുണ്ട്, റേസും ജെൻഡറും ക്ലാസ്സും എല്ലാം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇൻക്ലൂസീവാണ്. ഫെമിനിസം എന്ന് വെച്ചാൽ ജെൻഡർ എലോൺ മാത്രമാണെങ്കിൽ വുമണിസം റേസും ക്ലാസ്സിൻ്റെയും കൂടെ കാര്യങ്ങൾ വരുന്നുണ്ട്, കളറിൻ്റെ കാര്യവും വരുന്നുണ്ട്, റിച്ച് ആൻഡ് പുവർ ആ ഒരു ഇഷ്യൂ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ഫെമിനിസം ഇൻഡിപെൻഡൻസിന് സ്ട്രെസ് കൊടുക്കുന്നുണ്ടെങ്കിൽ വുമണിസം സ്ട്രെസ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി, ഒരു ഹോൾ കമ്മ്യൂണിറ്റിയുടെ സർവൈവലും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ വുമണിസം പറയുമ്പോൾ നിങ്ങൾക്ക് കളർ പർപ്പിളിൻ്റെ കാര്യം പറയാം കേട്ടോ. പിന്നെ ദളിത് ഫെമിനിസത്തിൻ്റെ കാര്യം ഇവിടെ ചോദിക്കുന്നുണ്ട്. ദളിത് ഫെമിനിസത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ദളിത് റൈറ്റേഴ്സിൻ്റെ വർക്ക്സിൻ്റെ കാര്യം കൂടി പറഞ്ഞ് ദളിത് ഫെമിനിസം ഒക്കെ എന്തുവാണെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് ഫെമിനിസം പറഞ്ഞ് പിന്നെ ദളിത് ഫെമിനിസം പറഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാനുള്ള വർക്ക്സിനകത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള റൈറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഭാമയുടെയൊക്കെ വർക്ക്സിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് വേണം എഴുതാൻ.